നോക്കൌട്ട് റൗണ്ടിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വിവിധ ടീമുകളുടെ ആരാധകർ. കോഴിക്കോട് പുതിയ പാലത്ത് ഇന്നും സൂപ്പർ താരങ്ങളുടെ മത്സരം നൂറുകണക്കിന് ആളുകളാണ് ബിഗ് സ്ക്രീനിൽ കണ്ടത്. ആരാധകരുടെ പ്രതികരണത്തിലേക്ക്. ഇന്നത്തെ പുലരി രണ്ട് ശക്തമായ ടീമുകളുടെ മത്സരമായിരുന്നു. രാവിലെ പോർച്ചുഗൽ കൊളംബിയ മത്സരമായിരുന്നു 5:30 അതിനുശേഷം 7:30 അർജന്റീന ജോർദാൻ മത്സരവും നടന്നു. പോർച്ചുഗൽ ആരാധകർക്ക് അല്പം നിരാശയാണ്, കാരണം അവർക്ക് സമനിലയാണ് ടീം സമ്മാനിച്ചത് എന്നുള്ളതാണ്. എന്നിരുന്നാലും നോക്കൌട്ടിൽ എത്തിയിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ, അതായത് നോക്കൌട്ടിൽ ക്രൊയേഷ്യ ആയിരിക്കും പോർച്ചുഗലിന്റെ എതിരാളികൾ. അതുപോലെ അർജന്റീന ടീം ഇന്ന് അതായത് 3 കളിയും തുടർച്ചയായി വിജയിച്ച് 3 കളിയിലും ഗോളടിച്ച് മെസ്സി ഗോൾ പട്ടികയിൽ ഒന്നാമത് നിൽക്കുമ്പോൾ അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടുത്ത മത്സരം കേപ്പ് വെർഡെ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ടീമുമായിട്ടായിരിക്കും അവരുടെ മത്സരം. എന്തായാലും നോക്കൌട്ടിലേക്ക് ഇന്നത്തെ മത്സരങ്ങളോട് കൂടിയിട്ട് ഏതാണ്ട് ആദ്യഘട്ടത്തിലുള്ള ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൌട്ടിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കൂടെ ഫുട്ബോൾ ആരാധകരുമുണ്ട്, അവരോട് ചോദിക്കാം. രാവിലത്തെ കളി കണ്ടിരുന്നോ പോർച്ചുഗലിന്റെ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളിയാണ്. അതായത് ഗോളടിക്കാൻ കഴിഞ്ഞില്ല ടീമിനെന്നെങ്കിലും, പക്ഷേ ക്ലോസ് മാച്ച് അതാ കൂടുതൽ രസം കാണാൻ. ഇത് ബോറ് കളിയാണ്. അതായത് ശക്തമായ മത്സരം ഉണ്ടാക്കാലോ. അതായത് പോർച്ചുഗലിന്റെ മത്സരം ശക്തമായ മത്സരമായിരുന്നു. ശക്തമായ മത്സരമായിരുന്നു. അതൊരു സത്യമാണ്. കാരണം ഗോൾ പൊസിഷൻ നോക്കിയാലും ഇരു ടീമുകളും തുല്യതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടി എന്നുള്ളതാണ്. കുറച്ച് അർജന്റീന ആരാധകരുണ്ട്. ഒരു വേൾഡ് കപ്പെങ്കിലും ഉണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അടുത്ത കൊല്ലം കൂടെ കൊണ്ടുപോകില്ല, ഈ കൊല്ലം കൊണ്ടുപോകും പറയാനോ അവർക്ക് എന്താ അധികാരം? ഒരു 0-0 അന്നത്തെ കളിയിൽ അടിച്ചത്, എന്നിട്ട് വേൾഡ് കപ്പ് നേടുമെന്ന് അറിഞ്ഞെടുക്കണത്. അതായത് ഈ മെസ്സി ഇന്ന് ഗോൾ അടിച്ചോട് കൂടിയിട്ട് അർജന്റീന ആരാധകരൊക്കെ അങ്ങ് ഉച്ചസ്ഥായിലായി എന്നുള്ളതല്ലേ? നല്ല അഭിപ്രായം. എല്ലാവരും 3 കളി ഗോൾ അടിച്ചു. 3 കളിയിൽ ലാസ്റ്റിൽ നിന്ന് മെസ്സി ഉള്ള ഒരു ഗോൾ അടിച്ച്, ഗംഭീര ഗോൾ അടിച്ച്. ഒരു ചേട്ടനുണ്ട്. ചേട്ടാ പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ടായിരുന്നു അർജന്റീന പോർച്ചുഗൽ മത്സരം? എങ്ങനെ വരായിരുന്നു? അടിപൊളി കളിയായിരുന്നു. ആദ്യ മത്സരം പോർച്ചുഗലിൻ്റെതായിരുന്നല്ലോ, നിറയെ കാണികളുണ്ടായിരുന്നു. എങ്ങനെയാ? നല്ല ശക്തമായ മത്സരമായിരുന്നു. ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല ഇരു ടീമുകൾക്കും. സമനിലയാണ്. പക്ഷെ 2 ടീമുകളും നോക്കൌട്ടിലെത്തി. ഗ്രൂപ്പ് ചാമ്പ്യന്മാർ കൊളംബിയാണ്. അത് കളി ഞാൻ കണ്ടിട്ടില്ല, ഈ കളിയാണ് കണ്ടിട്ടുണ്ട്. അർജന്റീനയുടെ മത്സരമാണ് കണ്ടത്. മെസ്സി ആരാധകനാണോ? 3 ഗോൾ, അതായത് 3 മത്സരങ്ങളിലും ഗോൾ അടിച്ചു. ആദ്യ മത്സരം 3, പിന്നെ 2, പിന്നെ 1. തുടർച്ചയായി ഇപ്പോൾ ഗോൾ പട്ടികയിൽ ഒന്നാമതെത്തി. അടിപൊളി തന്നെ. വേൾഡ് കപ്പ് അർജന്റീനയ്ക്ക് തന്നെ. അങ്ങനെയാണ്. അതായത് വലിയൊരു ആവേശം തന്നെ. നമ്മുടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ഇന്നത്തെ കളി കണ്ടിരുന്നു കുട്ടാ? ഏത് കളിയാണ് കണ്ട ഇന്നത്തെ? അർജന്റീനയും ജോർദാനും കണ്ട്, പിന്നെ പോർച്ചുഗലിന്റെ കളി കണ്ട്. ഏത് കളിയാണ് കൂടുതൽ ഇഷ്ടമായത്? അർജന്റീനന്റെ. അർജന്റീന ആരാധകനാണോ? ഇദ്ദേഹം ഇവിടുത്തെ സംഘാടക സമിതിയുടെ വോളണ്ടിയർ കൂടിയാണ്. അദ്ദേഹം അവരുടെ ജേഴ്സിയാണ് ഇട്ടിരിക്കുന്നത്. മെസ്സിയെയാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടം? മെസ്സിന്റെ ഹാട്രിക്കിന്റെ അത്ര ആർക്കും എത്തൂല. ആദ്യ മത്സരത്തിൽ ഹാട്രിക്ക്, ഈ മത്സരത്തിൽ ഒരു ഫ്രീ കിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാ ഇനി അപ്പോ അടുത്ത മത്സരങ്ങളൊക്കെ? എല്ലാ മത്സരവും കാണുമോ? ഈ കപ്പ് മെസ്സി ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഈ രാത്രി സമയങ്ങളിലൊക്കെ മത്സരം കാണലുണ്ടോ? ഉറക്കമൊഴിഞ്ഞൊക്കെ ഇരുന്ന് കാണും ചില കളിയൊക്കെ ആണല്ലേ? അപ്പൊ എന്തായാലും ഈ തവണ മെസ്സി കിരീടം ചൂടും, അത്രേ ഉള്ളൂ. അതാണ്. അപ്പോൾ നമ്മുടെ കുട്ടി പറഞ്ഞതുപോലെ ഇന്നത്തെ ഗോളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മെസ്സി ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. അർജന്റീനയും അത്തരത്തിൽ അടുത്ത നോക്കൌട്ട് മത്സരങ്ങൾ മുതൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെയും പ്രതീക്ഷ. പോർച്ചുഗൽ ആരാധകർ ഇന്ന് അല്പം നിരാശരായിരുന്നെങ്കിലും നോക്കൌട്ടിൽ ആദ്യ എതിരാളി ക്രൊയേഷ്യയാണ്. പിന്നീട് അങ്ങോട്ട് വമ്പൻ ടീമുകളെ നേരിട്ടേക്കാം. എന്നിരുന്നാലും നോക്കൌട്ട് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇനി അങ്ങോട്ട് തീപാറും പോരാട്ടങ്ങളായിരിക്കും. കോഴിക്കോട് നിന്നും അത്തീന്തർ ചിത്തുവിനൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.